ഇതെന്താണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത്തരം കാഴ്ച നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. 1-2 വർഷങ്ങൾക്ക് മുമ്പ് PFI ആലപ്പുഴയിൽ ഒരു റാലി നടത്തിയിരുന്നു. അന്ന് ഇതേപോലെ ഒരു കൊച്ചുകുട്ടിയെ തോളിൽ ഏറ്റിക്കൊണ്ട് വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യം അന്ന് കണ്ണടച്ച് ഉറങ്ങിക്കൊണ്ടിരുന്ന പലരെയും അവരുടെ കണ്ണ് തുറക്കാൻ ഇടയാക്കിയ ഒരു സംഭവം തന്നെയാണത്. അതുവരെ അങ്ങനെയൊന്നും ഇല്ല എന്ന് വിചാരിച്ചിരുന്നവർ പോലും അന്നത്തെ ആ മുദ്രാവാക്യം, അതായത് അവലും മലരും കുന്തിരിക്കോ, വാങ്ങി വെച്ചോളൂ, വർണ്ണുണ്ട് നിൻ്റെയൊക്കെ കാലന്മാർ എന്നൊരു കൊച്ചുകുട്ടിയെ കൊണ്ട് ഇതേപോലെ തോളത്തിരുത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞ ആ മുദ്രാവാക്യം, അതുവരെ ആ പക്ഷം നിന്നിരുന്ന പലരും അതിനുശേഷം മറുപക്ഷമായത് എന്ന് നമ്മൾ കണ്ടതാണ്. ലോകത്തെല്ലായിടത്തും ഇതേ ശൈലി തന്നെയാണ് ഇവർ. നമ്മുടെ ആലപ്പുഴയെ കണ്ടെങ്കിൽ ഇത് ബംഗ്ലാദേശിലെയാണ് ഇപ്പോൾ ഈ കണ്ടത്. ഇത് ബംഗ്ലാദേശിലെ മാത്രമല്ല, ഇനി പലസ്തീനിലെ നോക്കിയാലും അവിടെ ഇത് തന്നെയാണ്. ഇനി അവിടെ മറ്റൊരു സമാനത കൂടിയുണ്ട്. പലസ്തീനിലെ ഇവരെല്ലാവരും പറയുന്ന പോരാളികളുണ്ടല്ലോ, ഹമാസ് പോരാളികൾ, അവരുടെ കൊടി നോക്കുക, അവരുടെ കൊടിയുടെ ആ പാറ്റേണും അതിൻ്റെ ആ നിറവും നോക്കുക. ഏതാണ്ട് സമാനമായിട്ടുള്ള കൊടിയും നിറം തന്നെയായിരുന്നു PFIയുടെ. അപ്പോൾ ഇതെല്ലാം നോക്കുക. ഇന്ത്യയിലെ കേരളം, ഇങ്ങേയടുത്ത് കിടക്കുന്ന കേരളം, അവിടെ ആലപ്പുഴയിൽ ഒരു കുട്ടി ഇതേപോലെ തന്നെ ഒരാളുടെ തോളിലിരുന്നുകൊണ്ട് വിളിക്കുന്ന മുദ്രാവാക്യം. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ മറ്റൊരു രാജ്യം, അവിടെ ഇപ്പോൾ ഈ സമരം വിദ്യാർത്ഥികളുടെ സമരമായിരുന്നു എന്ന് പറഞ്ഞു, പിന്നീട് അത് കലാപമാകുന്നു. ഒടുവിൽ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് തന്നെ രാജിവെക്കേണ്ടി വരുന്നു. അതിനുശേഷം അവർ നടത്തിയിട്ടുള്ള പ്രകടനങ്ങളിൽ ഉള്ള ഒരു ദൃശ്യമാണിത്. അവിടെയും കണ്ട ശൈലി, ഭാഷ മാത്രമേ മാറുന്നുള്ളൂ. ഇനി പലസ്തീനിൽ നോക്കിയാലും അവിടെയും ഇത് തന്നെയാണ്. അതായത് ഇതിനെല്ലാം പിന്നിൽ ഒരു കൂട്ടർ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവർ ആഗോളതലത്തിൽ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ചില പദ്ധതികളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത്. നമ്മുടെ ഈ രാജ്യത്തും പല സമരങ്ങളും നടന്നിരുന്നു. അതിനിടയിലൂടെ ഇവരൊക്കെ നുഴഞ്ഞു കയറാൻ പല പ്രാവശ്യം ശ്രമിച്ചിരുന്നു. ഇവിടെ വലിയ കലാപമൊക്കെ ഉണ്ടാവാൻ, ലഹള ഉണ്ടാക്കാൻ പരമാവധി അവർ ശ്രമിച്ചിരുന്നു. പക്ഷേ ഓരോ തവണയും അതൊക്കെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ബംഗ്ലാദേശ് വീണിരിക്കുന്നു. ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിക്ക് തന്നെ ജീവനും കൊണ്ട് ഓടിപ്പോവേണ്ടി വന്നിരിക്കുന്നു എന്ന് കാണുമ്പോൾ ഇത്തരം ആശയമായിട്ട് നടക്കുന്ന, അതായത് ഒരേ കൂട്ടർ തന്നെ നിയന്ത്രിക്കുന്ന, ഇതിൻ്റെ തലച്ചോറ് ഒരേ കൂട്ടരാണ്. അപ്പോൾ പലസ്തീനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും അത് കേരളത്തിലാണെങ്കിലും ഒക്കെ ഇവരുടെ ശൈലിയും ഇവരുടെ മുദ്രാവാക്യവും എല്ലാം ഒന്നാണ്. ഭാഷ മാത്രമേ മാറുന്നുള്ളൂ എന്നോർക്കുക. ഇവരെ നമുക്ക് ബംഗ്ലാദേശിലെ അവലും മലരും കുന്തിരിക്കൻ ടീമുകൾ, ആ മുദ്രാവാക്യം വിളിച്ച ടീമുകൾ എന്ന് പറയാൻ പറ്റും. എല്ലായിടത്തും സമാനമായ രീതിയിലാണ്. ഒരു കുട്ടീനെയായിരിക്കും, ഒരു ചെറിയ ആൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടിയോ ആയിരിക്കും ഇങ്ങനെ തോളിൽ വെച്ചിട്ട് അതിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള മുദ്രാവാക്യമായിരിക്കും ഈ ഉറക്കത്തിൽ അതിനെക്കൊണ്ട് വിളിപ്പിക്കും. അത് കേട്ട് മറ്റുള്ള മുതിർന്നവർ വിളിച്ചു പറയും. അതുതന്നെയാണ് ആലപ്പുഴ സംഭവിച്ചത്, പലസ്തീനിൽ സംഭവിച്ചത്, ഇപ്പോൾ ഇതാ ബംഗ്ലാദേശിൽ നമ്മൾ കാണുന്നത്.